ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഇറ്റ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ 2025 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ എന്ന് ഞാൻ ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ ന്യൂ ഇയർ? ഇവിടെ അങ്ങനെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ന്യൂ ഇയറിനൊക്കെ നല്ല വയ്യായികയായിരുന്നു. എന്നാലും ബീച്ചിൽ പോയി നടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ കഴുത്ത് കുറച്ച് പണിയെന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഒന്ന് നോർമലായിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കഴുത്ത് കുനിഞ്ഞിരിക്കാനും ഞങ്ങൾ സ്ട്രെയിൻ കൊടുക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും കാണാത്തത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റായി കഴിഞ്ഞ് ഇപ്പോൾ അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ചോ, മക്കളൊക്കെ സ്കൂൾ തുറന്ന് എല്ലാവരും പോയി തുടങ്ങിയെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഇക്കഴിഞ്ഞ ഫ്രൈഡേ ആട്ടോ സ്കൂൾ ഓപ്പൺ ആയത്. പിന്നെ കലോത്സവം കാര്യങ്ങളായിട്ട് പിന്നെയും കുറച്ച് ദിവസം അവധിയായിരുന്നു. പിന്നെ ഈ മൺഡേ തൊട്ട് വീണ്ടും പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ദിവസവും ഒരു നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. മക്കളും മിക്കായും ഒക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത്തവണ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് മോള് പറയുന്നത് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ക്രിസ്മസ് ട്രീ വാങ്ങണമെന്ന്. 3-4 വർഷമായിട്ട് എന്നോട് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഓരോ വർഷം ഇങ്ങനെ അടുത്ത വർഷമാവട്ടെ അപ്പോൾ ഇത്തവണ ഞാൻ സർപ്രൈസ് ആയിട്ടൊക്കെ പോയി ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റാമല്ലോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റുമെന്ന്. എനിക്ക് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് അവളുടെ വെക്കേഷനും കഴിഞ്ഞിട്ട് മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന്. അപ്പോൾ ഇന്ന് പൊതിയത്തുള്ള എല്ലാം പറക്കി എടുക്കുവാണ്. നമുക്ക് അടുത്ത വർഷം എടുത്ത് വെക്കാമല്ലോ. വെറുതെ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത്രയും ദിവസം അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇത്രയും ദിവസം ഇനിയിപ്പോൾ അടുത്ത വർഷം ഞാനെടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് മാറ്റുവാണ്. ഞാനൊരു ബോക്സിനകത്താണ് കേട്ടോ എല്ലാം ആക്കി വെക്കുന്നത്. പിന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഒരു ചാക്കിനകത്താക്കിയിട്ട് അത് നമ്മുടെ ആ ഒരു കബോർഡിനകത്തും വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും അങ്ങനെ പൊടിയൊന്നും അടിക്കാതെ ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് കവറിനകത്തൊക്കെ വെച്ചാൽ പേപ്പറിലൊക്കെ പൊഴിച്ചാലും പൊടിയൊക്കെ അടിക്കത്തില്ലേ. ഇതാകുമ്പോഴത്തേക്ക് ചാക്കിനകത്താകുമ്പോൾ ആ ഒരു ലെവലിൽ അങ്ങിരുന്നോളും. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് ട്രീ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. നമ്മൾ ആ ഫസ്റ്റ് ടൈം അല്ലേ വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ലൈറ്റായി കറച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെപ്പോലുള്ള മുതിർന്നവർക്കും അതിങ്ങനെ നോക്കി കണ്ടൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി പിന്നെ ലൈറ്റ് ചുറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വന്നെടുത്ത് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ വർഷം എങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പറയാം. എനിക്ക് അത്രയ്ക്ക് നല്ലൊരു വർഷമായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. എല്ലാം കൂടി ഒരു മിക്സഡ് ഇമോഷൻസൊക്കെ ഉള്ളൊരു വർഷമായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങളും കുറേ അധികം മോശം കാര്യങ്ങളൊക്കെ നടന്നൊരു വർഷമാണ്. എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും വാപ്പാടെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർജറി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വർഷമായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുടെ ഫേക്കായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ മുഖംമൂടിയൊക്കെ മാറിയ വർഷമായിരുന്നു. നമുക്ക് കുറേ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയൊരു വർഷമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. മക്കളുടെ കാര്യങ്ങളിലായാലും മോൻ്റെ കാര്യങ്ങളിലായാലും കുറേ സന്തോഷമുള്ളതും അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉള്ളൊരു വർഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒരുപാട് സങ്കടമെന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സങ്കടമുള്ള കുറേ അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ന്യൂ ഇയറിന് നമ്മൾ ബീച്ചിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് ന്യൂസ് ചാനൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ വന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിലൊക്കെ ലൈവായിട്ട് കണ്ടു. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ന്യൂ ഇയറിന് പോയപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. എല്ലാ വർഷവും ബീച്ചിൽ പോകുമെങ്കിൽ ഇന്ന് വരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇത്തവണ ചെന്നപ്പോഴത്തേക്കും നമ്മൾ 24ഉം മീഡിയ 1ഉം ഒക്കെ വന്ന് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ എങ്ങനെ ന്യൂ ഇയർ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അതൊരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങളൊരു സന്തോഷം കിട്ടി. ഈ ഒരു വർഷമല്ല ഇനി വരുന്ന വർഷം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ആയിട്ട് പോകട്ടെ. നമ്മൾ കുറേ നാളായിട്ട് അത്രയ്ക്ക് നല്ലൊരു വർഷമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇനിയുള്ള ഈ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
നിങ്ങൾക്കും കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അതോ എന്താണ് ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അതിൻ്റെയോട് കമൻറ്റ് ഇട്ട് ചോദിച്ചു കേട്ടോ. എന്താണ് എല്ലാ വർഷവും ഞാനിങ്ങനെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടാണ് കേട്ടോ ചെയ്യാതായത്. എല്ലാ വർഷവും ചെയ്യും. കാരണം നമ്മൾ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒന്നും എടുക്കാറില്ല. അകപ്പാടെ എടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് ഞാനതൊന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല നടക്കാത്ത കുറേ കാര്യങ്ങളൊന്നും ഇങ്ങനെ ചുമലിലേറ്റി എനിക്ക് വയ്യ. വെറുതെ നമ്മൾ ചെയ്യണമെന്ന് കുറച്ച് ദിവസം ചെയ്ത് പിന്നെ അങ്ങനെ മടിച്ച് വേണ്ട എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്തവണ എനിക്കങ്ങനെ റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. മാക്സിമം ഹാപ്പി ആയിട്ട് പോവുക. ഒരുപാട് കാര്യങ്ങളും തലയിൽ കയറ്റി വയ്ക്കാതെ മാക്സിമം ഹാപ്പി ആയിട്ട് പോവുക. കുറേ വെള്ളം കുടിക്കുക. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനൊരു റെസൊല്യൂഷനൊന്നും പറയത്തില്ല. കുറച്ചെങ്കിലും ഞാനൊരു കാര്യങ്ങളായിട്ട് പോകുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ക്രിസ്മസ് ഡേ ഒക്കെ ഒന്നെടുത്ത് മാറ്റി വെച്ച് അതിനുശേഷം ക്ലീനിങ് പരിപാടിക്ക് നിൽക്കുവാണേ. ഞാൻ ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാ വർഷവും വീട് ഫുള്ളായിട്ട് ക്ലീനാക്കി സെറ്റപ്പാക്കി ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തായിരിക്കും കേട്ടോ ഇടുന്നത്. ഇത്തവണ ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കഴുത്ത് എനിക്ക് പണിയെന്നൊന്ന്. അത് കാരണം എനിക്ക് ഇത്തവണ അത് പറ്റിയിട്ടില്ല. ഇനി വേണം എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കും ഒന്നും നിൽക്കുന്നില്ല. എനിക്ക് ബാങ്കിൽ പോകണം. അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് ലേറ്റ് ആവും. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ സാധാരണ ചെയ്യുന്ന ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ മാത്രമായിട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് ഓരോന്നും ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വീക്കിന് നല്ല ബിസിയാണ്. അതുകൊണ്ട് ഈ ഒരു വീക്കിൽ ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും നിൽക്കുന്നില്ല. അടുത്ത വീക്ക് തൊട്ടിട്ട് നമ്മുടെ ആ ഒരു മുടങ്ങിപ്പോയ ആ ഒരു റൊട്ടീന് തിരിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ അതേ മോൻ്റെ റൂമിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ റൂമിലെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റേണ്ട ദിവസമാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. പിന്നെ അവൻ്റെ റൂം അവൻ ഉള്ളപ്പോൾ അത്യാവശ്യം നല്ല അലമ്പാക്കിയിടും കേട്ടോ. ആൾ നല്ല രീതിയിൽ അലമ്പാക്കിയിടുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ബുക്കൊക്കെ ഒന്നെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. പിന്നെ ഞാൻ വീടും ഫുള്ളായിട്ടൊന്നും അടിച്ചു വാരിയിട്ടു. പിന്നെ ഇന്ന് തറ തുടയ്ക്കുന്ന ദിവസമല്ല കേട്ടോ. ഞാനിപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് തറ തുടയ്ക്കുന്നത്. പിന്നെ നമ്മൾ അഴുക്കുണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ അന്നൊന്ന് തുടയ്ക്കും കേട്ടോ. നമ്മൾ മുകളിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ മുറ്റത്ത് നിന്ന് ഡയറക്റ്റ് ചവിട്ടി കയറുന്നതല്ലോ. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി വരുന്നത് കൊണ്ടായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അഴുക്കാവത്തില്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഡെയിലി തൂത്താൽ മാത്രം മതി. ഇപ്പോൾ ഡെയിലി അങ്ങനെ തുടയ്ക്കേണ്ട കാര്യമൊന്നും വരാറില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ വാഷ് ബേസ് ഇവിടെ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് വൃത്തികേടാവും. കാരണം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും കൂടി ആയതുകൊണ്ടാണ്. ബ്രഷ് എന്തൊക്കെ ഇവിടെ വെച്ചിട്ടല്ലേ. അപ്പോൾ അവരൊക്കെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും എൻ്റെ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഷ് ബേസ് ഇവിടെ പെട്ടെന്ന് വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 നേരം ഇങ്ങനെ വാഷ് ബേസ് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിടും. മിക്കപ്പോഴും ഈ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അടുത്ത കിച്ചണ് ക്ലീൻ ആക്കലാണ്. കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ വാഷ് ചെയ്ത് കൂട്ടത്തിൽ തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് ഈ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ബാക്കി മാവ് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. രാവിലെ ഇഡ്ഡലി സാമ്പാർ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ ആ ഒരു കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. കഴിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായില്ല. മക്കളൊക്കെ കാപ്പിയാണ് കൊണ്ടുപോയത്. ഇക്കാക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഇക്ക അവിടെ നിന്ന് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാനും കാപ്പി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടല്ലോ. വൈകിട്ട് മക്കൾ വരുമ്പോൾ അവർക്ക് വേറെ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇതുപോലെ സിമ്പിൾ കുക്കിംഗ് ആയതുകൊണ്ട് വലിയ ക്ലീനിങ്ങും ഇല്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും നമുക്ക് ഒരുപാട് കിട്ടാറില്ല. വല്ലപ്പോഴും ആയിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങൾ കിട്ടുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ചോറ് കറി ഇതൊക്കെ ഡെയിലി വെക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇക്കാക്ക് ഇങ്ങനെ കല്യാണങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ എല്ലാ കല്യാണങ്ങൾക്കൊന്നും പോകാറില്ല. അത്രയ്ക്കും അടുപ്പമുള്ള കല്യാണങ്ങളാണെങ്കിലേ പോകാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എനിക്ക് ജോലി ഭാരം കുറവാണ്. മക്കൾക്ക് ഇഡ്ഡലി സാമ്പാർ കൊണ്ടുപോകാൻ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ജോലി കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു നമ്മൾ കുക്ക് ചെയ്താലല്ലേ ഒരുപാട് പാത്രങ്ങളും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പാത്രങ്ങളും ഇല്ല. അതുകൊണ്ട് അടുക്കളയിൽ പെട്ടെന്ന് ജോലികൾ കഴിഞ്ഞു കേട്ടോ.
പിന്നെ ഇനി എനിക്ക് വേണമെങ്കിൽ എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് അതിനൊരു മൂഡില്ല. അതുകൊണ്ട് ഞാനും വേറെ ഒന്നും ഉണ്ടാക്കില്ല, ഞാനും കാപ്പി തന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനി എനിക്ക് വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. എനിക്കൊന്ന് ബാങ്കിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മൺഡേ അല്ലേ, അപ്പോൾ കുറച്ച് എന്തായാലും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നുണ്ട്. കാരണം രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ ചെന്നാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 11 മണിയൊക്കെ ആയിട്ട് പോയാൽ മതി. അപ്പോൾ ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുമൊക്കെ കഴിച്ചിട്ട് അതൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് തുണി വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ഉച്ച കഴിയും കേട്ടോ, 1 മണിയെങ്കിലും ആവും. അത്രയ്ക്ക് തിരക്കായിരിക്കും തിങ്കളാഴ്ചയുള്ള ബാങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലേറ്റ് ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് കഴിച്ചിട്ട് പോയാൽ എനിക്കൊരു ആശ്വാസമാണല്ലോ എന്ന് വേണ്ടിയിട്ട് കേട്ടോ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇനിയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫായിട്ടിരിക്കുക. തൊട്ടുമ്പോൾ കൊണ്ട് തന്നെ കാണുന്നതിലേക്കും